വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. പെരുന്നാളിൻ്റെ ലീവെല്ലാം ബാക്കിയല്ലേ, അപ്പോൾ ഏതായാലും പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാളിൽ നിന്നാണ് ഞാൻ ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങാറ്. ചെരുപ്പൊക്കെ അധികം ഇവിടുന്നാണ് വാങ്ങൽ, ഖുറൈർ മാൾ. ഈ മാളിലേക്ക് മാത്രമല്ല കേട്ടോ വരിക, ഞാൻ നെസ്റ്റോലും മാളിലും സൂക്കിലും എല്ലാം ആയിട്ട് പോക്കുന്നുണ്ട്. ഞാനോരോ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ഇടുമ്പം അതിൽ ഓരോ കമൻ്റ് ആയിട്ടെല്ലാം ചോദിക്കലുണ്ട്, ഇതേത് ഷോപ്പ് എന്നാ എവിടെയായിട്ട് എന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് വരണം വരണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. പിന്നെ എന്നെക്കാളേറെ ഹംദക്കും ഇവിടെ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ റോബോട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഓളിങ്ങനെ ഓരോ വീഡിയോസിലെല്ലാം കണ്ടിട്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ മ്യൂസിയത്തിലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ചെറിയൊരു പണി കിട്ടി. ഞങ്ങൾ വന്ന ദിവസം അത്ര അങ്ങോട്ട് പോരാ. പെരുന്നാളിൻ്റെ ലീവും തിരക്കും എല്ലാം കാരണം ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലൊരു തിരക്കുണ്ട്. ആ ഒരു ക്രൗഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പം പറക്കുന്നയും നടക്കുന്നയും ഒന്നും റോബോട്ടിനൊന്നും കാണുന്നില്ല. ഹംദയാണെങ്കിൽ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാണ്ട് കുറച്ച് ഭാഗങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം. 159 ദിർഹമാണ് ടിക്കറ്റ്. അങ്ങനെ റഷ് ടിക്കറ്റിന് വേണ്ടി നോക്കി. ആ ഒരു തിരക്കെല്ലാം കൊണ്ട് നമ്മളൊരു കാര്യം അങ്ങ് തീരുമാനിച്ച്, ഇന്ന് ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നല്ല തിരക്കും ആളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റൂല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങലാന്ന് ചെറിയൊരു സങ്കടത്തോടെ. ഇൻഷാ അള്ളാ എന്തായാലും തിരക്കില്ലാത്തൊരു ദിവസം വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെക്കാളേറെ ഹംദക്കാണ്. ഓൾക്ക് ആ റോബോട്ടിനെ കാണാനായിട്ട് ഒരു സമാധാനമില്ല. അങ്ങനെ ഓൾ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കാണെങ്കിൽ കുറേ ടൈമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ എവിടെയൊക്കെയോ എല്ലാം പോയിട്ട് ലേറ്റായിന് റൂമിലെത്താൻ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ പിറ്റേ ദിവസം ഇന്നത്തോടു കൂടി ഞങ്ങൾ പുറത്ത് പോക്കെല്ലാം ഏകദേശം നിന്നിട്ടുണ്ട് കേട്ടോ, സ്റ്റോപ്പായിട്ടുണ്ട്. ലീവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ 2 വീഡിയോ കൂടിയിട്ട് ഞാൻ ഒന്നിൽ ആക്കാമെന്ന് വിചാരിച്ച കാര്യം. ഇന്നലെ പോയിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് ഞങ്ങൾ ഖുറാനിക് പാർക്കിലേക്കാണ് പോകുന്നുള്ളത്. ഇന്ന് കുറച്ചധികം തന്നെ പോകാനുണ്ട്. മെട്രോന്ന് ബസ്സിലേക്ക്, ബസ്സിൽ നിന്ന് ടാക്സി അങ്ങനെയെല്ലാം ആയിട്ട് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ എത്തുമ്പോൾ തന്നെ മെട്രോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ കയറാണ്ട് ഞങ്ങളിങ്ങനെ തൊട്ടപ്പുറത്ത് എയർപോർട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഏതായാലും അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ വഴിക്കും പോയി, മെട്രോ അങ്ങനെയും പോയി. ഓരോ 1-2 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത മെട്രോക്ക് പോകാമെന്ന് വിചാരിച്ച് ഓരോരോ രസമല്ലേ. അങ്ങനെ അങ്ങനെ വേറെ മെട്രോ ഒക്കെ വന്ന് ഞങ്ങൾ അതിൽ കയറി. തിരക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനും ഓളെ കൂടെ നിന്ന് കുറച്ച് നേരം എൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങിയത് ഞാൻ മെല്ലെ ഓളെ കൊടുത്തിട്ട് സീറ്റിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്ത ഒരു ടൈമിലാണ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെല്ലാമായിട്ട് എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ റൂമിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലും റീൽ കണ്ടിട്ട് ഓരോ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അതവിടെ സേവ് ആക്കി വെക്കും, അല്ലെങ്കിൽ പിന്നെ റിഷ്ക്ക് അയച്ചു കൊടുക്കും. ഓരോ സൺഡേ എല്ലാം ആകുമ്പോൾ ലീവുള്ള ദിവസം ഞാൻ ഇങ്ങനെ പറയും, നമുക്ക് ഈ സ്ഥലത്ത് പോയാലോ, ആ സ്ഥലത്ത് പോയാലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അങ്ങ് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ കാണുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ മെട്രോന്ന് ലാസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ് കയറി, പിന്നെ ബസ് ഞങ്ങളെ പകുതിക്ക് ഇറക്കി വിട്ട് ഇനി അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് വേണം ഇവിടത്തേക്ക് എത്താൻ. ഡയറക്റ്റ് അങ്ങനെ ബസ് അന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ അന്ന് ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ അതേപോലെ വന്ന് പിന്നെ ഇവിടെ എന്താ പറയുക ലേറ്റൊക്കെ പോയി. ഏകദേശം വൈകുന്നേരമെല്ലാം ആയിട്ടുണ്ട്. മഗ്‌രിബ് ആ ഒരു ടൈം ആവാനായിട്ടുണ്ട്. പിന്നെ എങ്ങനെയായാലും നമ്മൾ എവിടെ എത്തുന്നുണ്ടെങ്കിലും ഈ ഒരു ടൈം ആവും, അതങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. പിന്നെ ഒരു വലിയൊരു പാർക്കാണ് കേട്ടോ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി.
അവിടെ കുറേ ഫാമിലിയെല്ലാം ആയി പോയി ഫുഡെല്ലാം ആക്കിയെടുത്ത് പോയിട്ട് ഇരുന്ന് കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നാട്ടിലെല്ലാം ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ പറയാലോ. എന്തായാലും എന്തായാലും ഇടയ്ക്കിടെയെങ്കിലും നമ്മളവിടെ പോവും. അങ്ങനെയാണ്. നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേരായിട്ട് വരണം. ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെയെല്ലാം ആയിട്ട്. കുട്ടികൾക്ക് കളിക്കാനായാലും എന്താ പറയുക, ഒരു വലിയൊരു പാർക്കാണ്. നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള 2, 3 സ്ഥലങ്ങളാണ്. അതിലൊന്നാണ് ഈ ഗ്ലാസ് ഹൗസ്. ഇതിന് വേറെ എന്തോ പേരുണ്ട്. എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരാൾക്ക് 5 ദിറമാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. 3 വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ ഇതേ പ്രൈസ് തന്നെയാണ്. താഴെയുള്ള കുട്ടിക്ക് വേണ്ട. 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ ഈ ഗ്ലാസ് ഹൗസിൻ്റെ അകത്തായിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു കൺട്രോൾ ക്ലൈമറ്റിലാണ് നട്ട് വളർത്തുന്നുള്ളത്. ആ ഒരു വേറെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചൂടുമില്ല തണുപ്പുമില്ല, ഒരു സാധാരണ ഒരു ക്ലൈമറ്റ് ഉണ്ടാവില്ലേ, അതെല്ലാം പോലെയാണ്. നല്ല രസമാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോകുമ്പം ബാഗും സാധനങ്ങളും ഒന്നും എടുക്കാത്തതുകൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടിയതെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു വലിയ ചാക്ക് പോലത്തെ ബാഗെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ ഫുഡും വെള്ളവും എല്ലാം ഹംദൻ്റെ ഡ്രസ്സും എല്ലാം എടുത്തിട്ടുണ്ട്. അതെടുത്തോണ്ട് തന്നെ വലിയൊരു ഉപകാരമാണ് കേട്ടോ. ഞാനല്ലെങ്കിൽ ചെറിയൊരു ബാഗ് എടുത്തിട്ട് പണ്ട് ചെറുപ്പത്തിൽ ഹംദക്ക് 1, 2 വയസ്സുള്ള 3 വയസ്സ് വരെയെല്ലാം ഞാൻ ഓളെ ഡ്രസ്സും എല്ലാം എടുത്തിട്ടാണ് എല്ലാവരും പോക്ക്. പിന്നെ അങ്ങനെ ഓളെന്തായാലും മണ്ണൊന്നും അങ്ങനെയൊന്നും കളിക്കൂല. അപ്പോൾ ഡ്രസ്സൊന്നും വൃത്തികേടാക്കുകയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഓളെ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കില്ല. ഇവിടുന്ന് പിന്നെ എടുക്കാണ്ട് വേറെ വഴിയില്ല. നമുക്ക് എന്നാലും ഇപ്പോൾ ആളാകെ മാറി കളിയും എല്ലാം ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ കുറേ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ കുറേ വാഴത്തോട്ടം ഇങ്ങനെ കാണുന്നത് കേട്ടോ. ചെറിയ ചെറിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കൊല ഇങ്ങനെ പഴമെല്ലാം ഇങ്ങനെ പഴുത്തിട്ട് കാണുന്നത്. അങ്ങനെ അതന്നെ നോക്കിയിരുന്ന് നിങ്ങളും അങ്ങനെ വിചാരിച്ചില്ലേ. ഞങ്ങളും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് ഇത് പ്ലാസ്റ്റിക്കാന്നുള്ള മനസ്സിലായത്. ഓരോരുത്തർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പ്ലാസ്റ്റിക് വെച്ചതാണ്. അങ്ങനെ ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ആയിട്ടുണ്ട്. വാട്ടർമെലൺ, പിന്നെ ഇവിടെ ഇതാ പംകിൻ ഉണ്ട്. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ആദ്യം ഞാൻ ഒരു ബനാന കണ്ടപ്പം പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ച്. ഇതെല്ലാം ഒറിജിനലാണ്. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിലിങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എനിക്ക് അല്ലെങ്കിലും ഈ ചെടികളോടെല്ലാം കുറച്ച് താല്പര്യമുണ്ട്. അതിങ്ങനെ സെറ്റാക്കി കൊണ്ടുവരാനെല്ലാം. പിന്നെ നമ്മളെ നാട്ടിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെടികളും സെറ്റാക്കി കൊണ്ടുവന്നാലും ഒരു 2, 3 മാസം വേനൽക്കാലത്ത് ഈ വെള്ളമില്ലാത്ത സമയത്തെല്ലാം ചെടികളെല്ലാം അങ്ങ് ഫുള്ളായിട്ട് നശിക്കും. അപ്പോൾ പിന്നെ ഇതിനോടുള്ള ആ ഒരു മൂഡേ അങ്ങ് പോകും. അങ്ങനെയെല്ലാം ആയിട്ടാണ് നാട്ടിൽ നിന്നൊന്നും ഇതിങ്ങനെ നോക്കി നടത്താതെ. ഹംദൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കഷ്ടപ്പാടിലാണ് കേട്ടോ ഞാൻ ഉള്ളത്. ഓളങ്ങനെ എല്ലാം നിർത്തിയിട്ട് സെറ്റാക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെടീൻ്റെ അടുത്തായിട്ട് ഓളോട് നടന്ന് വരാൻ പറഞ്ഞിട്ട് അത് ഓളെ മേത്ത് തട്ടുമ്പോൾ മുള്ള് പോലെ ആവുന്നു, വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓളെ എന്തെല്ലോ കളിയെല്ലാം കളിച്ച് അങ്ങനെ പറഞ്ഞാൽ നിൽക്കൂല കേട്ടോ വീഡിയോ എടുക്കാൻ. പിന്നെ ഓളെ ഇഷ്ടത്തിന് ഓൾ എന്തെല്ലോ എല്ലാം കളിക്കും, എല്ലാം ചെയ്യും. ചില സമയത്ത് നമ്മളോട് വന്നിട്ട് പറയും ഫോട്ടോ എടുക്ക്, എൻ്റെ വീഡിയോ എടുക്ക് എന്നെല്ലാം പറയും. അപ്പോൾ നമ്മൾ എടുക്കും. അല്ലാണ്ട് നമ്മൾ വിളിച്ചാൽ ഓൾ വരൂല.
അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് ഇത് ഈ ഒരു സംഭവം. ഇത് കണ്ടാൽ വിചാരിക്കും വെള്ളത്തിലൂടെ എല്ലാവരും നടന്നു പോകുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു ലേക്കിന് ഇങ്ങനെ നടുവിലൂടെ പിളർന്നിട്ട് നടക്കുന്ന പാതയാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ അവർ സെറ്റാക്കി എടുത്തതാണ്. ഈ ഒരു പാർക്കിന്റെ പേര് തന്നെ ഖുറാനിക് പാർക്ക് എന്നാണ്. അപ്പൊ ഖുർആനിലെ കാര്യങ്ങളെല്ലാമാണ് ഈ പാർക്കിൽ ഇങ്ങനെ കാണാനെല്ലാം പറ്റുന്നുള്ളത്. ആ ഒരു കഥയും ചരിത്രം എല്ലാം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ മൂന്നാമത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗുഹ. ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. നേരത്തെ ഞങ്ങൾ ഗ്ലാസ് ഹൗസിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടില്ലേ, ആ ഒരു സെയിം കൗണ്ടറിൽ തന്നെ ഇവിടത്തേക്കുള്ള ടിക്കറ്റും എടുത്തിട്ടുണ്ട്. ഇവിടത്തേക്കും 5 ദിറംസ് ആണ്. ഇവിടെ കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ട്. എന്താണെന്നറിയില്ല, ഇത്രയും സമയമായിട്ട് നമ്മൾ വലിയ ആളും തിരക്കൊന്നും കണ്ടിട്ടില്ല. ഇവിടെ എത്തിയേക്കുമ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ക്യൂ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് ഇത് കുറച്ച് പേരായിട്ടാണ് അകത്തേക്ക് കയറ്റുക. അപ്പോൾ കുറച്ച് പേര് പോയിട്ടുണ്ട്. ഇനി അവർ തിരിച്ച് പുറത്തിറങ്ങുമ്പം നമ്മൾ കയറും. അങ്ങനെ ടിക്കറ്റ് ഉണ്ടോ? മോളെ എത്രയാ? 5 dirham. പെർ പേഴ്സണാ? ഇങ്ങോട്ടേക്കാ? എവിടത്തേക്കാ? ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സംഭവം ഉണ്ടാവും. ആദ്യം ഇവിടെ ഇരിക്കുക. എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല, ബാക്കി പേരിങ്ങനെ നിന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു ചരിത്രം ഉണ്ടാവില്ലേ, ആ ഒരു സ്റ്റോറി നമുക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരും. By many of the companions and leading followers, it was learned by heart by one generation after the other. If your children are crying, you cannot control them, please let them exit. This is not the place. Aspects of the miraculousness of Quran is that it was revealed in eloquent Arabic at the time of the most eloquent of Arabs, and they could not compete with it or defeat its rhetoric. They could not find a single upon him was given a great miracle, which is the ability to resurrect the dead by the permission of God Almighty. He used his blessings in reformation and construction. Solomon led his grand army, which included soldiers from jinn, humans, and birds. The signs and miracles that Allah endowed Moses with, he continued in his pride and stubbornness. Then came the stage of the psychological. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പും ദാഹവും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഫുഡെല്ലാം എടുത്തിട്ട് വരിക. ഇവിടെ നല്ല കഫ്തീരിയ സംഭവങ്ങളോ ഒന്നുമില്ല. ചെറിയ കഫേ പോലത്തെ ഒരു 1-2 ഷോപ്പുണ്ട്. അത് ഫ്രണ്ടിലാണ്. ഇനി അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് കോഫിയും വെള്ളവും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തൊക്കെയല്ലോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയൊരു ആളും കൂടി വന്നത്. ഫുഡൊന്നും കിട്ടായിട്ടാന്ന് തോന്നും, പാവം വിശന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് അതിന് കൊടുക്കാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. ആകെ ഉള്ളത് പഫ്കിയാണ്, ആ ഒരു സംഭവം. അതെങ്കിൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഹംദൊന്ന് ആദ്യം കൊടുത്ത് നോക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ടേനു കേട്ടോ. നമ്മളെ നാട്ടിലെ പൂച്ച കഴിക്കുമെന്ന് അറിയില്ല, ഈ ഒരു പൂച്ച കൊടുത്തരം കഴിക്കുന്നുണ്ട്. എന്നാ ഇതാ ഡിസ്നി ഊട്ടി കൊടുക്കണം പൂച്ചക്ക്. അങ്ങനെ വെള്ളവും എല്ലാം
ഫുള്ളായിട്ട് കൊടുത്തോണ്ട് നിക്കുമ്പഴേക്ക് എൻ്റെ ഫോൺ ഫുള്ളായി കേട്ടാ. ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 3 ദിവസത്തെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാനെല്ലാം ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ്. പിന്നെ ഉള്ള ഒരു ഫോണ് ഞാൻ പെട്ടെന്ന് കുറച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ബാക്കി വീഡിയോ എടുക്കുന്നുള്ളത്. എന്തെങ്കിലുമെല്ലാം എൻഡ് വേണ്ടേ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ എല്ലാം ഉണ്ട്. അവിടെ കുറേ നേരം ഹംദ കളിച്ചിട്ടുണ്ടേനു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങലാണ്. ഇവിടുന്ന് തിരിച്ച് പോവാൻ ടാക്സി കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. മുക്കാൽ മണിക്കൂറോളം ഞങ്ങളങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ടേനു. പിന്നെ ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് എത്തുമ്പോഴേക്ക് ടൈം ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ.